പരിശുദ്ധമാക്കപ്പെട്ട ഈദുൽ അദ്ഹ ആഘോഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പള്ളിയിൽ ഇരിക്കുന്നത്. അദ്ഹ എന്ന് പറഞ്ഞാൽ ഉളുഹിയ്യത്ത് എന്നതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ഈദുൽ അദ്ഹ എന്നുള്ള പേര് വന്നത്. ആ ബലികർമ്മം, അതിന്റെ പ്രാധാന്യവും അതിന്റെ പുണ്യത്തെ കുറിച്ചൊക്കെ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ചു. ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ബലികർമ്മത്തെ കുറിച്ചുള്ള ചർച്ചകൾ കൂടുതലായി ഉയരുന്നത് ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. ചില സംസ്ഥാനങ്ങളിൽ നിയമപരമായ നിയന്ത്രണങ്ങളും സാമൂഹിക രാഷ്ട്രീയ വിവാദങ്ങളും നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം കൂടുതൽ ജാഗ്രതയോടെയും ഉത്തരവാദിത്വത്തോടുകൂടെയും ഈ ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ആ നിലക്ക് അതിനെ സമീപിക്കേണ്ടതുണ്ട്. ഇസ്ലാമിലെ ബലികർമ്മത്തിന്റെ ലക്ഷ്യം, പ്രിയമുള്ളവരെ, മാംസം അത് തിന്നുക എന്നുള്ളത് മാത്രമല്ല, അള്ളാഹുവിനോടുള്ള അനുസരണവും ത്യാഗബോധവുമാണ് ഈ ഒരു ബലികർമ്മത്തിലൂടെ ഒരു മുസ്ലിമിനെ അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. ഖുർആൻ വ്യക്തമാക്കിയതാണ്, നിങ്ങൾ അറക്കുന്ന മൃഗത്തിന്റെ ചോരയോ അതിന്റെ മാംസമോ അല്ല അള്ളാഹു പരിഗണിക്കുന്നത്. അത് അറക്കുന്ന നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹുവിന്റെ അടുക്കൽ എത്തുക എന്നുള്ളത് കൃത്യമായിട്ട് ആ ഒരു വിഷയം പഠിപ്പിക്കുമ്പോൾ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ, അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യം കാണിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഭൂമിയിലുള്ള ഏതൊരു ജീവിയും രണ്ട് ചിറകുകൾ കൊണ്ട് പറക്കുന്ന ഏതൊരു പക്ഷിയും മനുഷ്യരെ നിങ്ങളെ പോലെയുള്ള ചില സമൂഹം മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു പക്ഷി മൃഗാദികളെ, പ്രിയമുള്ളവരെ, അനാവശ്യമായി കൊണ്ട് നമുക്ക് ഉപദ്രവിക്കാൻ പറ്റില്ല. അമിതമായി ജോലി ചെയ്യിക്കാൻ പറ്റില്ല. അവയെ ശപിക്കാൻ പാടില്ല. ആ പക്ഷി മൃഗങ്ങളെ കത്തിച്ചു കളയാൻ പാടില്ല. അതൊക്കെ ഇസ്ലാം കർശനമായിട്ട് വിലക്കിയ കാര്യങ്ങൾ. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും. ഒരു ചെറിയ ഉറുമ്പിനെ പോലും കാരണമില്ലാതെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞു. പടലോകത്ത് അള്ളാഹു അതിനെ കുറിച്ച് ചോദിക്കും. ഒരു പ്രവാചകനെ അള്ളാഹു ആക്ഷേപിക്കുന്നുണ്ട്. ഒരു ഉറുമ്പ് കടിച്ചതിന്റെ പേരിൽ ഉറുമ്പിന്റെ തായ്വിട തന്നെ നശിപ്പിച്ച പ്രവാചകനെ അള്ളാഹ് ആക്ഷേപിക്കണം. അള്ളാഹ് പറയാണ്, നിന്നെ കടിച്ചത് ഒരു ഉറുമ്പാണ്, ഒരു ഉറുമ്പാ നിന്നെ കടിച്ചത്, അതിന് നീ ഉറുമ്പിന്റെ തായ്വര. അള്ളാഹ് പറഞ്ഞ പ്രയോഗം തരൂ, അള്ളാഹുവിന് തസ്ബീഹ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉറുമ്പിന്റെ കൂട്ടത്തെ തന്നെ നീ കരിച്ചു കളഞ്ഞില്ലേ? അള്ളാഹ് ആ പ്രവാചകനെ ആക്ഷേപിക്കുന്നുണ്ട്. പ്രവാചകന്റെ പേര് ഹദീസിൽ കാണൂല, അത്ര കൃത്യമാണ്. പ്രവാചകൻ അൻസാരികളിൽപ്പെട്ട ഒരു വ്യക്തിയുടെ തോട്ടത്തിലേക്ക് കയറുകയാണ്. ഒരു തോട്ടത്തിൽ കയറി, അവിടെ ഒരു ഒട്ടകമുണ്ട്. ആ ഒട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ ഇങ്ങനെ തേങ്ങി കരയുന്നുണ്ട്. അതിന്റെ കണ്ണെന്ന് കണ്ണുനീര് വരുന്നുണ്ട്. പ്രവാചകൻ ആ ഒട്ടകത്തിന്റെ അരികിൽ ചെന്നു. അതിന്റെ നെറ്റിയിലും അതിന്റെ ശരീരത്തിലൊക്കെ തടവി കൊടുത്തു പ്രവാചകൻ. എന്നിട്ട് ചോദിക്കാണ്, ആരാണ് ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥൻ എന്ന് ചോദിച്ചു. അൻസാരികളിൽപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, അത് എന്റെ ഒട്ടകമാണ്. പ്രവാചകൻ പറയാ, അള്ളാഹു നിനക്ക് ഉടമപ്പെടുത്തിയ ഈ മൃഗത്തിന്റെ കാര്യത്തിൽ നീ അള്ളാഹിനെ സൂക്ഷിക്കണില്ലേ? നീ ആ ഒട്ടകത്തെ പട്ടിണിക്കിട്ടതായി, അതിനെ കൊണ്ട് ഭാരിച്ച ജോലികൾ ചെയ്യിപ്പിച്ച് ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് ആ ഒട്ടകം എന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട്. വഹീനാൽ സംസാരിക്കുന്ന പ്രവാചകൻ. അതുകൊണ്ട് ഒരു ജീവിയെയും, പ്രിയമുള്ളവരെ, കാരണമില്ലാതെ കൊല്ലാനോ ഉപദ്രവിക്കാനോ നശിപ്പിക്കാനോ പാടില്ല. ഒരു വീട്ടിലുള്ള ഒരു കോഴിയെ പോലും, ഇതൊക്കെ ഹദീസിലുള്ളതാ. നിങ്ങൾ കോഴിയെ ചീത്ത പറയാൻ പാടില്ല. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. കോഴിനെ ചീത്ത അറിയരുത്. ഇന്നഹു യുഖിദു ലിസ്വലാ, നിങ്ങളെ നിസ്കാരത്തിന് വിളിക്കുന്നത് കോഴിയാണ്. അതുകൊണ്ടാ ഇവയോടൊക്കെ കാണിക്കുന്ന സ്നേഹത്തിനും കാരുണ്യത്തിനും സ്വർഗം വരെ പ്രതിഫലം കിട്ടുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഫീ കുല്ലി കബദിൻ റതുബത്തിൻ അജ്ർ, പച്ചക്കരളുള്ള ഏതൊരു ജീവിയുടെ കാര്യത്തിലും നിങ്ങൾക്ക് പുണ്യമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു.
എന്നാൽ പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ആരോഗ്യത്തിനും അവന്റെ ശരീരത്തിലും ചില മൃഗങ്ങളെയും ജീവജാലങ്ങളെയും തിന്നാൻ ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്ലാം അനുവാദം തന്നിട്ടുണ്ട്. ഏതുപോലെ തന്റെ രാജ്യത്തിന്റെ സംരക്ഷണത്തിനും രക്ഷക്കും വേണ്ടി പട്ടാളക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? പട്ടാളക്കാർ പരസ്പരം യുദ്ധം ചെയ്യുന്നുണ്ട്. ഇതേപോലെ മനുഷ്യന്റെ ശാരീരികമായ ആവശ്യങ്ങൾക്ക്, അവന്റെ ആരോഗ്യത്തിന് ഇസ്ലാം ചില മൃഗങ്ങളെ, ചില പക്ഷികളെ ഇസ്ലാം അനുവദിച്ചു. അത് രാഷ്ട്രത്തിന്റെ ധർമ്മമായും സ്നേഹമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പരസ്പരമുള്ള ആ യുദ്ധങ്ങൾ നമ്മൾ കാണുന്നത്. ഇതുപോലെയാണ് മനുഷ്യന്റെ ആരോഗ്യം. ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക എന്നത് ഈ രാജ്യത്തിന്റെ മൗലികമായ അവകാശമാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് പ്രിയമുള്ളവരെ ബീഫ് കഴിച്ചൊരാളെ അടിച്ചു കൊല്ലുന്നത്, ബീഫ് സ്റ്റാളുകൾ അടച്ചുപൂട്ടുന്നത്. നമ്മുടെ രാജ്യത്ത് ഡൽഹി തെരുവോരങ്ങളിലും ബീഹാറിലൊക്കെ നൂറുകണക്കിന് ആളുകളെയാണ് അതിന്റെ പേരിൽ ഉപദ്രവിച്ചതും കൊല്ലുന്നതും. ഉത്തർപ്രദേശിലൊക്കെ ഗോമാതാവിന്റെ പേരും പറഞ്ഞ് പാവം മനുഷ്യരെ കഴുത്തറുത്തു കൊല്ലുന്നു. എത്ര ഗൗരവമാണ് അല്ലേ? പശുവിനെ അമ്മയായും കാളയെ അച്ഛനായും ചാണകത്തെ പ്രോട്ടീനായും അതിന്റെ മൂത്രത്തെ ഔഷധമായും കാണുന്ന ആളുകൾ. ഇതേ മൃഗത്തിന്റെ രോമാണ് എന്ത് ചെയ്യണത്? പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നത്. ഈ മൃഗത്തിന്റെ തൊലിയും അതിന്റെ എല്ലുകളും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് വിവിധ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ എല്ലുകൾ കൊണ്ട് വളമുണ്ടാക്കുന്നുണ്ട്. അതിന്റെ തൊലികൾ കൊണ്ട് പുതപ്പും ചെരുപ്പും വാച്ചും ബെൽറ്റും ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ പാലും അതിന്റെ മുട്ടയൊക്കെ ആരോഗ്യത്തിനായിട്ട് മനുഷ്യന്മാർ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ എണ്ണ ഉപയോഗിക്കുന്നു, നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്, മരുന്നായി ഉപയോഗിക്കുന്നുണ്ട്. ആ മാതാവിന്റെ ഗോമാതാവ് എന്ന് പറയുന്ന അതിന്റെ പാല് പോലും അവർ കുപ്പിയിലാക്കി വിൽക്കുകയാണ്. ഇനി പ്രിയമുള്ളവർ, ജീവൻ നശിപ്പിക്കാതിരിക്കലാണ് ലക്ഷ്യമെങ്കിൽ നമ്മൾ കഴിക്കുന്ന സസ്യങ്ങൾക്ക് പോലും ജീവനുണ്ട്. ശാസ്ത്രം വരെ അംഗീകരിച്ചൊരു കാര്യമാണ് സസ്യങ്ങൾക്ക് വരെ ജീവനുണ്ട് എന്നുള്ളത്. ആരും അഹിംസയുടെ പേരും ചൊല്ലി വെജിറ്റബിൾ പച്ചക്കറി ആരെങ്കിലും ഒഴിവാക്കാറുണ്ട്. എന്താ അഹിംസ എന്ന് പറഞ്ഞാല്? കൊല്ലാതിരിക്കുക എന്നുള്ളതാണ്. കൊല്ലാതിരിക്കുന്നതാണ് അഹിംസ എന്ന് പറഞ്ഞാൽ. അത് കണ്ടുപിടിച്ച ആരാധന? അഹിംസ കണ്ടുപിടിച്ചത് ബുദ്ധമുനിയാണ്. എന്നാൽ അദ്ദേഹം ഒരിക്കലും ഭക്ഷണ ആവശ്യത്തിന് മൃഗങ്ങളെ കൊല്ലുന്നതിനെ അദ്ദേഹം ഒരിക്കലും എതിർത്തിട്ടില്ല. മറിച്ച് പൂർവകാല ഭരണാധികാരികള് രാജ്യവും വീര്യവും നേടാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്? മൃഗങ്ങളെ ബലിയെടുത്തു. ആന മുതൽ തേനീച്ചനെ വരെ, പാമ്പ് മുതൽ മീനുകൾ വരെയുള്ള ജീവികളെ ഹിംസിക്കുന്ന, കൊല്ലുന്നൊരു പതിവ് ആ കാലഘട്ടത്തെ ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമായതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. ദശരഥൻ എന്നയാളുടെ ഭരണത്തിന്റെ ഭാഗമായി 300 പശുക്കളെ അദ്ദേഹം കൊന്നുകളഞ്ഞു. ഈ ക്രൂരമായ സംഭവങ്ങൾ കണ്ടിട്ടാണ് ബുദ്ധമുനിയുടെ മനസ്സരിഞ്ഞ് അങ്ങനെയാണ് അദ്ദേഹം കൊല്ലാതിരിക്കുക എന്നുള്ളൊരു നിയമം അദ്ദേഹം ലോകത്ത് കൊണ്ടുവരുന്നത്. ഇത് മറ്റു മതത്തിലെ ചില ആളുകള് അവരുടെ മതത്തിന്റെ ചിഹ്നമായും വിശ്വാസമായൊക്കെ കാണുന്നു. അതിന്റെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്യണില്ല? അതിന്റെ മാംസം അവർ ഭക്ഷിക്കുന്നില്ല. മുസ്ലിങ്ങളായ നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ചില മാംസം തിന്നൂല. പന്നിന്റെ മാംസം നമ്മൾ ഭക്ഷിക്കാറില്ല, നമുക്കത് വിലക്കിയ കാര്യമാണ്. ചില ജീവികളെ നമ്മൾ ഭക്ഷിക്കാറില്ല, ചില പക്ഷികളെ നമ്മൾ ഭക്ഷിക്കാറില്ല. അതൊക്കെ ഓരോ മതത്തിന്റെയും നിയമങ്ങളാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നമുക്കറിയാം, മനുഷ്യന്റെ ശരീരത്തിന് വേണ്ട കൊളസ്ട്രോളും വിറ്റാമിനും അതേപോലെ തന്നെ ഒമേഗ 3 ഒക്കെ ലഭിക്കുന്നത് ഈ ഒരു മത്സ്യ മാംസത്തിലൂടെയാണ്. അത് അമിതായാലും പ്രശ്നമാണ്, അത് ശരീരത്തിൽ ഇല്ലാതിരുന്നാലും പ്രശ്നമാണ്. അതുകൊണ്ടാ കുലു വശ്റബു വലാ തുസ്രിഫു എന്ന് പറഞ്ഞു. തിന്നോളി, നിങ്ങൾ കുടിച്ചോളി, പക്ഷെ ഒരു കാര്യത്തിലും എന്ത് ചെയ്യാൻ പാടില്ല, അമിതമാകാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാം വെച്ച കർശനമായ നിർദ്ദേശമാണ്. അത് തിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ ശരീരത്തിൽ വേണ്ട പല സാധനങ്ങളും അതിലൂടെ എന്ത് ചെയ്യൂല, മനുഷ്യന് ലഭിക്കൂല. അത് ഓവറായാൽ അത് ശരീരത്തിലുള്ള പല സാധനങ്ങളുടെയും അളവ് കൂടി പ്രശ്നങ്ങൾ ഉണ്ടാവും.
അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വൽ അൻആമു ഖലഖഹാ ലക്കും ഫീഹാ ദിഫ്ഉൻ വമനാഫിഉ വമിൻഹാ തഅകുലൂൻ. മൃഗങ്ങളെയും അല്ലാഹു നിങ്ങൾക്ക് സൃഷ്ടിച്ചെന്നിട്ടുണ്ട്. ലക്കും ഫീഹാ ദിഫ്ഉൻ, അതിൽ നിന്ന് നിങ്ങൾക്ക് തണുപ്പകറ്റാനുള്ള മാർഗമുണ്ട്. തണുപ്പകറ്റൽ എങ്ങനെ മൃഗത്തിന്? അതിന്റെ തൊലി കൊണ്ട് ആളുകൾ എന്ത് ചെയ്യുന്നു? പുതപ്പ് പോലെയുള്ള വസ്തുക്കൾ ഉണ്ടാക്കുന്നു. വമനാഫിഉ എന്നാണ്, വേറെയും ചില ഉപയോഗങ്ങളുണ്ട്. വേറെ ചില ഉപയോഗങ്ങൾ മനുഷ്യന്റെ കൃഷി ആവശ്യങ്ങൾക്കുണ്ട്. അതേപോലെ തന്നെ മനുഷ്യന്റെ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ അതിന്റെ തൊലി കൊണ്ടുണ്ടാക്കുന്നുണ്ട്. ബെൽറ്റ്, ചെരുപ്പ് പോലെയുള്ള സാധനങ്ങൾ. അതിൽ നിന്ന് നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നു ഇസ്ലാം പോലെ അല്ലാഹു തആല പറഞ്ഞത്. ഇത് ലോകത്ത് കൃത്യമായി പ്രിയമുള്ളവരെ സമൂഹത്തിൽ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. അവർ ഇഷ്ടപ്പെടുന്ന പഴവും മാംസവും നാം അവർക്ക് അധികമായി നൽകുമെന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. ഇപ്പോഴും പ്രിയമുള്ളവരെ ഈ ഒരു വിഷയത്തെ കുറിച്ച് പല ആളുകൾക്കും അറിയില്ല. നമ്മള് ഇത്തരം ഒരു സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ചെറിയൊരു അറിവെങ്കിലും നമുക്ക് ആ ഒരു വിഷയത്തെ കുറിച്ച് ഉണ്ടാവണം. പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. വൈകാരികമായി കൊണ്ട് ഇടപെടുന്നതിന് പകരം അതിന്റെ വിഷയത്തെ കുറിച്ച് കൃത്യമായി പഠിച്ച് പ്രിയമുള്ളവരെ വിവേകമുള്ളവരായിട്ട് നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു